തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കോഴിക്കോട് വാണിമേലിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം പ്രവർത്തകർ ഭൂമിവാതുക്കൽ ഓഫീസ് പൂട്ടിപ്പോയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ലതീഷ്, വാണിമേൽ പഞ്ചായത്തിൽ വലിയ വിജയം ഇത്തവണ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞു. അവിടെ മുസ്ലിം ലീഗിന് വലിയ പരാജയം സംഭവിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയും പൊട്ടിത്തെറിയും രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രി 8:30 100-ലധികം വരുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഭൂമിവാതുക്കൽ ടൗണിൽ പ്രകടനം നടത്തുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ഭൂമിവാതുക്കലെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് താഴിട്ട് പൂട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. മുസ്ലിം ലീഗിൽ സാധാരണ കാണപ്പെടുന്ന ഒരു കാഴ്ചയല്ല ഇന്നലെ ഭൂമിവാതുക്കൽ കണ്ടത്. അതായത് ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ നേതാക്കൾ മുഴുകിയതോടുകൂടിയാണ് അവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണം മുസ്ലിം ലീഗിന് നഷ്ടമായത്. ഇതിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. നടപടിയെടുക്കും എന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ആർക്കെതിരെയും ഒരു നടപടിയും മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തിരുന്നില്ല. ഇതിൽ പ്രകോപിതരായ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഭൂമിവാതുക്കൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവുമായി എത്തുകയും അവർ ഓഫീസ് താഴിട്ട് പൂട്ടുകയും ചെയ്തത്. കഴിഞ്ഞ 20 വർഷമായി വാണിമേൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം മുസ്ലിം ലീഗിനായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ വലിയ ആധിപത്യമുള്ള പഞ്ചായത്താണ് എന്ന് അവർ അവകാശപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് വാണിമേൽ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF അട്ടിമറി വിജയം നേടിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പൊട്ടിത്തെറിയും ഉടലെടുത്തിരിക്കുന്നത്. മനോ, ശരി, ഓക്കെ, താങ്ക് യു ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.